ശ്രീ ഷൈജു, താങ്കളുടെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് എന്താണ് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ മുമ്പിൽ ഈ വന്ന മുനമ്പവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ? ശരത്ത്, എനിക്ക് പറയാനുള്ളത് മുനമ്പം എന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ വ്യാപാര മേഖലയായി മാറിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഒരു വിൽപ്പന ചരക്കിനെ പോലെ വെച്ചിരിക്കുക. BJP അതിനായിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. തുടക്കത്തിൽ തന്നെ പലവട്ടം ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ 2ാം ദിവസം തന്നെ സമരസമിതിയുടെ വിവിധ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് സുരേഷ് ഗോപി ബന്ധപ്പെട്ടിരുന്നു, ജോർജ് കുര്യൻ ബന്ധപ്പെട്ടിരുന്നു, കിരൺ റിജിജു വന്ന് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തും, അതോടുകൂടി പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കും, ഏതാനും ദിവസം കൂടി കാത്തിരിക്കും എന്നിട്ട് പറയും. അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പരിഹാരം? ഈ വഖഫ് നിയമത്തിനകത്ത് നിങ്ങൾക്ക് പരിഹാരം എന്താണുള്ളത്? വഖഫ് നിയമത്തിനകത്ത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. വഖഫ് നിയമത്തിനകത്ത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് അത് പറഞ്ഞത് ആരാണ്? കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ, അദ്ദേഹം പറഞ്ഞില്ല. വഖഫ് മുനമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് മുനമ്പം എന്നൊരു വാക്ക് പോലുമില്ല. 984 പേജുകളുണ്ട് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മുനമ്പത്തെക്കുറിച്ച് സ്പർശിക്കുന്നേ ഇല്ല. അപ്പം JPC പറഞ്ഞിട്ടില്ല, BJPയുടെ അഖിലേന്ത്യാ നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് BJPയുടെ കേരള നേതാക്കളും കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരും കേരളത്തിൻ്റെ ബാക്കിയുള്ള ആളുകളുമാണ് പറഞ്ഞത്. അവർ അത് പറയുന്നതിൻ്റെ കാരണം അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. അവരുടെ അജണ്ട വെച്ചാണ് അവർ പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരം എന്ന് ചോദിച്ചാൽ അവർക്കൊരു മറുപടിയില്ല. വളരെ ചുരുക്കം, ഇത്രയും വലിയ ഒരു ബില്ല് എഴുതിയുണ്ടാക്കിയപ്പോൾ മുനമ്പം പ്രശ്നം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വഖഫ് രജിസ്റ്ററിൽ ഒരു ഭൂമി കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്ന ഒരു വാചകം എഴുതി ചേർത്തിരുന്നെങ്കിൽ ഈ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായാനെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമി ഇടപാട് നടന്നത് 1952 നിയമം വരുന്നത് 54-ലല്ലേ? അപ്പോൾ ഈ 54-ന് മുൻപ് 52-ൽ വന്നിട്ടുള്ള ഈ ഭൂമി ഇടപാട് പിന്നീടാണ് അത് വഖഫ് എന്ന നിലയിലേക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ അത് സ്ഥാപിക്കപ്പെടുന്നതും ആ പ്രശ്നങ്ങളും വരും. ഇതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ശരത്തെ, ഞാൻ ഉദ്ദേശിച്ചത്. ശരത്ത്, ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ മുനമ്പത്ത് ഈ ഭൂമി വാങ്ങിയവരുടെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ കയറ്റുന്നത് 2019-ലാണ്. അവർ ഭൂമി വാങ്ങിയത് 2012-13 കാലഘട്ടങ്ങളിലാണ്. അത്രയും കാലങ്ങളിൽ ഇത് വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ഇല്ല. ഞാൻ പറഞ്ഞു, ഒരു നിയമം ഉണ്ടാക്കുന്ന ആള് പറയുകയാണ്, ഒരു ഭൂമി വഖഫ് രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്ന് ഒരു വാചകം ആ നിയമത്തിൽ എഴുതി ചേർത്താൽ അതോടുകൂടി തീർന്നു പ്രശ്നം. പിന്നെ കേസിന് പോകണ്ട, ഒരു സാധനത്തിനും പോകണ്ട. ഇതേ സാധനം തന്നെയല്ലേ വഖഫ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസം ചോദിച്ചത്? വഖഫ് രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പല്ലേ ക്രയവിക്രയം എന്ന് വഖഫ് ട്രിബ്യൂണൽ പോലും ചോദിച്ചതല്ലേ? അതേ സാധനം എന്തുകൊണ്ട് നിയമത്തിൽ എഴുതി ചേർത്തില്ല? ഞാൻ പറഞ്ഞു, ഇത് നിയമത്തിൽ എഴുതി ചേർത്താൽ ആ ജനത്തിനൊരു പരിഹാരമാകുമെന്ന്. ഞാൻ മുനമ്പം സമരസമിതിയുടെ അകത്ത് സമരവേദിയിൽ പോയി നിന്ന് പ്രസംഗിച്ച ആളാണ്. ആ ജനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തിരി പോസ്റ്റുകൾ ഇട്ടയാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് നിർബന്ധമായും എനിക്ക് ആഗ്രഹമുള്ളയാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ക്ലോസ് അതിനകത്ത് എഴുതി ചേർത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമായേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, 2019 വഖഫ് രജിസ്റ്ററിലാണ് 19-ലാണ് വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമികൾ മുഴുവൻ കയറുന്നത്. അതിനു മുമ്പ് ക്രയവിക്രയം നടത്തി കാശ് കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമി രജിസ്റ്റർ ചെയ്തതാണ്. ആ ഭൂമിക്ക് അതിനു മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്നൊരു വാചകം അതിനകത്ത് എഴുതി ചേർത്താൽ പോരെ? പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലേ? അപ്പൊ ഇവിടുത്തെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ മറ്റെങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2025-ലെ നിയമം വരുന്നതിന് മുമ്പ് ഇവിടെയുള്ളൊരു നിയമം എന്ന് പറയുന്നത് വഖഫ് ആക്ട് 1995 ആണ്. വഖഫ് ആക്ട് 1995-ൽ ഒരു സെക്ഷൻ 97 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്.
ആ ആക്ടിനകത്ത് ഇറ്റ് എംപവേഴ്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഇഷ്യൂ ജനറൽ ഓർ സ്പെഷ്യൽ ഡയറക്ഷൻസ് ടു ദ വഖഫ് ബോർഡ് എന്നാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ജനറലായോ സ്പെഷ്യലായോ ഡയറക്ഷൻസ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ആക്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ആക്ട് ആണ് എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഈ സെക്ഷനെ കുറിച്ച് ഇവർ ബോധവാന്മാരാകണം. അങ്ങനെ ഒരു സെക്ഷൻ അതിനകത്തുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് the Waqf board must comply with the directions issued by the state government എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ സത്യസന്ധമായി ഒരു റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഒരു ഡയറക്ഷൻ വഖഫ് ബോർഡിന് കൊടുത്താൽ വഖഫ് ബോർഡ് അത് കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് 95 നിയമത്തിൽ തന്നെ ഉണ്ട്. അതനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമപരമായി പഠിച്ചത് കൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ വഖഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് നിയമപരമായി എല്ലായിടത്തും നിലനിൽക്കും. ആ ഡയറക്ഷൻ കംപ്ലൈ ചെയ്യാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥമാകും. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് വളരെ കൃത്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് നേരെ കൊണ്ടുപോയി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, ആ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ഏകപക്ഷീയമാണെന്നും ഒന്നും പഠിക്കാതെയുള്ള ഡയറക്ഷൻ ആണെന്നും പറയുമായിരുന്നു. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ ജുഡീഷ്യൽ കമ്മീഷൻ വിഷയം പഠിക്കുന്നു. പഠിച്ചിട്ട് കിട്ടുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് വളരെ കൃത്യമായ ഡയറക്ഷൻസ് ഈ വഖഫ് ബോർഡിന് കൊടുക്കാൻ കഴിയും. അത് 1995 നിയമപ്രകാരമാണ്. 2025 നിയമത്തിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. കാരണം ഈ പ്രശ്നം രൂപപ്പെട്ടപ്പോൾ 2025 നിയമത്തിൽ അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ മുനമ്പം പ്രശ്നത്തിനൊരു പരിഹാരമായി ഭേദഗതി ബില്ല് വരുന്നില്ല എന്ന് ആ ബില്ല് പഠിച്ച് ആ ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചത്. അതിനെ ഖണ്ഡിക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ആ പ്രസംഗത്തിലും നേരത്തെ ഷൈജു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ഘട്ടങ്ങളിലൊന്നും മുനമ്പം പരാമർശിച്ചിട്ടില്ല. സഭയിലെ വിമർശനങ്ങളിൽ തർക്കങ്ങളിൽ മറുപടിയിലും ആ നിലയിൽ അതിനെ ഖണ്ഡിക്കാൻ ഇപ്പോൾ മുനമ്പത്തുള്ള കേന്ദ്രമന്ത്രി റിജിജു സഭയിലും തയ്യാറായിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് താങ്കളുടെ ആ സംശയം പ്രസക്തമാണ്. അതിലില്ല എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ ആ പണം കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് കരമടയ്ക്കുന്നതോടുകൂടി കൈവശം പൊസഷൻ എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു നിയമപരമായ തർക്കത്തിൽ വളരെ ബലവത്തായ ഒരു സാഹചര്യമാണല്ലോ, ഘടകമാണല്ലോ. കരമടയ്ക്കാനുള്ള അനുമതി കൊടുക്കുന്ന തീരുമാനം വന്നു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്ന സാഹചര്യം വരികയും ചെയ്തു. ഇത് മുമ്പ് പറഞ്ഞതുപോലെ അത്തരം നടപടികളിലേക്ക് പോയാൽ നിയമപരമായ തടസ്സമുണ്ടാകും. പക്ഷേ വഖഫ് നിയമത്തിനകത്ത് തന്നെ വഖഫ് ബോർഡിന് നിയമപരമായി കൊടുക്കാവുന്ന ഒരു ഡയറക്ഷനിൽ എങ്ങനെ നിയമപരമായി പെരുമാറാം എന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടി മുൻ അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ കമ്മീഷനെ വെച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണോ ഷൈജു വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്? ശരത്ത്, ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാനുള്ള വകുപ്പ് 1995 നിയമത്തിലുണ്ട്. 2025 നിയമം ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് ഈ പ്രൊവിഷൻ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറഞ്ഞത് 95 നിയമത്തിലുണ്ട്. അതിനു മുമ്പ് ഒരു വഖഫ് ഭൂമിയായി ക്ലെയിം ചെയ്ത ഒരു ഭൂമിക്ക് കരമടയ്ക്കാനുള്ള ഒരു ഉത്തരവ് കൊടുത്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനും ഇത്തരം വളരെ നിസ്സാരമായിട്ട് അതിനെ സ്റ്റേ മേടിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനെയെല്ലാം മറികടക്കാൻ തക്ക വിധത്തിൽ വളരെ കൃത്യമായി നിയമവൃത്തങ്ങൾ ആലോചിച്ചുറപ്പിച്ചാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ വിഷയം നിങ്ങൾ ആധികാരികമായി പഠിക്കൂ. വിഷയം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദിസ് ഈസ് ദ ഓൺലി പോസിബിൾ വേ ഔട്ട്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ആ മുനമ്പത്തെ മനുഷ്യരുണ്ടല്ലോ, ഇനി ഈ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറയും കൂടി ഇതേ വിഷയം ചർച്ച ചെയ്യുമെന്ന്. അല്ല, അതൊക്കെ കൊണ്ടുകൂടി ആകണം. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിലടക്കം അസ്വസ്ഥനായത് കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വന്ന് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന അപകടം അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപകടം ഇൻവെർട്ടഡ് കോമയിലാണ്. അവർക്കൊട്ടും താല്പര്യം തോന്നാത്ത ഒരു അപകടം അതിലുണ്ടല്ലോ. അതുകൊണ്ടാകണം ആ കമ്മീഷൻ എടുത്ത് തോട്ടിലിടും കടലിലിടും എന്നൊക്കെയുള്ള വലിയ ജൽപ്പനങ്ങൾ, വലിയ തരത്തിൽ എന്തൊക്കെയോ പറയുന്ന രീതിയൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണല്ലോ. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ആകണം, ഇത് അപകടമാണെന്ന് കണ്ടതുകൊണ്ടുകൂടിയാവണം അങ്ങനെ ഒരു പൊസിഷൻ എടുത്തതെന്ന് പറയേണ്ടി വരും. ഷൈജു? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായൊരു പരിഹാരം ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വഴി ഉണ്ടായേനെ.
ആ റിപ്പോർട്ട് ഇംപാർഷ്യലായി വഖഫ് ബോർഡിൻ്റെ ക്ലെയിംസും അവിടുത്തെ മനുഷ്യരുടെ ക്ലെയിംസും എല്ലാം പഠിച്ചിട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതനുസരിച്ച് ഒരു ഡയറക്ഷൻ എങ്ങാനും കൊടുത്താൽ ആ ഡയറക്ഷൻ പാലിക്കാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥമാണ്. അങ്ങനെ ഒരു പരിഹാരം അവിടെ ഉണ്ടാകേണ്ട ഘട്ടത്തിലാണ് ആവശ്യമില്ലാതെ വഖഫ് നയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ പരിഹാരം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു വന്നത്. പുതിയ നിയമം മുനമ്പം പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതേ അല്ല. പുതിയ നിയമം മറ്റു ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ്.